ആയി നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. വലം വെച്ച് വരുമ്പോഴാണ് സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ വലം വെച്ച് വരുന്ന പോലെ തന്നെ ഈ കാണുന്ന വീടിന്റെ മുറ്റത്തേക്കടെയാണ് വെള്ളം പോകുന്നത്. പക്ഷെ അവർക്കൊന്നും അങ്ങനെ പേടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെ, എത്ര വെള്ളച്ചാട്ടം നോക്കി, മോളിൽ നിന്ന് മലയുടെ മോളിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടം. താഴെ കുറെ ഇവിടെയാണ് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ മറ്റൊരു ഏറ്റവും കൂടുതലും വ്യൂ കിട്ടുന്നത്, തേയിലത്തോട്ടം. നമുക്ക് ആ കാണുന്ന അരുവി കാണാൻ കഴിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ ലക്ഷ്മി എസ്റ്റേറ്റിനുള്ളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്കൂളാണ്. ട്രാവൽ ട്രെൻഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് മാസങ്ങളായി നമ്മുടെ വീഡിയോ വന്നിട്ട്, അപ്പോൾ ഇനി തൊട്ട് എല്ലാ ആഴ്ചകളിലും നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. എൻ്റെ പ്രധാന കാരണം എൻ്റെ കല്യാണം കുറേ തിരക്കുകളായിട്ട് നമ്മൾ തിരക്കായതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തുവാണ്. എൻ്റെ വൈഫാണ്. ഇതാണ് ആള്, ചിഞ്ചു എന്നാണ് പേര്. നേഴ്സാണ് പുള്ളിക്കാരി, മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ പുതിയൊരു യാത്ര, ഹണിമൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എന്നാൽ ആ ഒരു യാത്രയിലേക്ക് പുറപ്പെടുകയാണ്. മൂന്നാറിലേക്കാണ്. ആദ്യമായിട്ടാണ് മൂന്നാറിലോട്ട് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം പ്ലേസുകൾ കവർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. മൂന്നാറിലെ മൺസൂൺ കാഴ്ചകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു യാത്രയായിരിക്കും. വെൽക്കം ടു മൈ വ്ളോഗ്, മൈ ലൈഫ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ അതേ ഞങ്ങൾ യാത്ര തുടങ്ങി. മാമലക്കണ്ടത്താണ് യാത്ര തുടങ്ങുന്നത്. എൻ്റെ വീട് മാമലക്കണ്ടത്താണ്. മാമലക്കണ്ടത്ത് നിന്നും അടിമാലിയിലേക്കാണ് യാത്ര. ഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെയാണ്. മാമലക്കണ്ടം ഒരു മഴയൊക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പച്ചപ്പൊക്കെ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാമലക്കണ്ടമൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാർ പോകുന്നവർക്ക് കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, ഉരുളന്തണ്ണി വഴി മാമലക്കണ്ടം പോവുകയാണെങ്കിൽ ഇതുപോലെ മനോഹരമായ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞിറങ്ങുന്ന സ്ഥലമാട്ടോ ഇതെല്ലാം. നല്ല രീതിയിൽ മഞ്ഞ് ആയി നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. അപ്പോൾ നമ്മളത് മാമലക്കണ്ടത്ത് നിന്ന് വന്ന പഴമ്പിളിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഈ പഴമ്പിളിച്ചാൽ വന്നു കഴിയുമ്പോഴത്തേനും ഇടത്തോട്ടുള്ള ഈ വഴിയാണ് അടിമാലി പോകുന്നത്. ഇതുപോലെ ഓപ്പോസിറ്റ് വഴി കാണാം 6 മൈൽ, കോതമംഗലമൊക്കെ പോകുന്ന ഈ വഴിക്കാണ്. മൂന്നാറൊക്കെ പോകുന്നവർ ഈ വഴിക്കാണ് അപ്പോൾ പോകേണ്ടത്. നിങ്ങൾ ഈ ജംഗ്ഷൻ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോളുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പരിശക്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീ പാർവതി സ്വയംഭൂ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കാണുന്ന ഒരു മലയുണ്ട്. ആ ഒരു കുന്നാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് സങ്കല്പം. ഇരിക്കുന്ന ആ കല്ല് ഒരു പ്രതിഷ്ഠയായിട്ട് കണക്കാക്കി ആരാധിച്ചു പോരുന്ന ക്ഷേത്രമാണ്. ഈ കാണുന്ന ഒരു മലയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠയായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് വലം വെച്ച് വരണമെങ്കിൽ ഏകദേശം ഒരു 150 മീറ്ററോളം ഉണ്ട്. ഇതൊരു പുരാതന ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആരാധിച്ച് പോന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഇതൊരു പുനർനിർമ്മാണങ്ങളൊക്കെ നടത്തി ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ മുൻവശം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കേട്ടോ, ഈ കാണുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ചുറ്റും സ്റ്റെപ്പുകളുണ്ട്. ഇതിങ്ങനെ കറങ്ങി ഈ ക്ഷേത്രത്തിന് വലം വെച്ച് വരുമ്പോഴാണ്, സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ വലം വെച്ച് വരുന്ന പോലെ തന്നെ ഈ ഒരു മലയ്ക്ക് ചുറ്റും വലം വെച്ച് വരുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നത്. അപ്പോൾ എന്താണേലും ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വലിയ അമ്പലമോ കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്ന ഒരു മലയാണ് ആരാധിച്ച് പോരുന്നത്. അപ്പോൾ എന്താണേലും ഈ ക്ഷേത്രത്തിനൊന്ന് വലം വെച്ചിട്ട് വരാം കേട്ടോ, അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു മലയുടെ സെൻട്രലായിട്ട് നോക്കി വലിയൊരു പാറയ്ക്കൊരു കിടങ്ങുണ്ട്. നാക്കേനൊക്കെ പോലെ നോക്കി വലിയൊരു കിടങ്ങാണ്. അപ്പോൾ അതെ, ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതെ, ചിഞ്ചുവിന് സംസാരിക്കാൻ ചെറിയ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ആദ്യമായിട്ട് വീഡിയോയിലൊക്കെ വന്ന് സംസാരിക്കാൻ അത് പരിചയമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കിട്ടുന്ന സ്ഥലമാണ് ഈ കാണുന്ന എടക്കാട് എന്നാണ് ഈ സ്ഥലത്തിന് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. നമുക്ക് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് നിർത്തി കാണാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലങ്ങളിൽ ഒന്ന് മാത്രം. അപ്പോൾ നമ്മൾ അടിമാലി എത്താറായപ്പോഴത്തേനും മഴ പെയ്ത് തുടങ്ങി ഗൈസ്. അപ്പോൾ അടിമാലി ടൗണിലേക്ക് നമ്മളിത് എത്തി. അടിമാലി ടൗണിൽ എത്തിയപ്പോഴത്തേനും കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല മഴയാട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയായി. ഇനി അപ്പോൾ നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കും മല്ലിയ, അതാണിപ്പോൾ അവസ്ഥ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. അപ്പോൾ അടിമാലി ടൗണിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ടൗണിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന വെള്ളച്ചാട്ടമാണ്. കേരളത്തിൽ ഇതുപോലെ വെള്ളച്ചാട്ടം ടൗണിലുള്ള മറ്റൊരു സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇടുക്കി ജില്ലയിലെ അടിമാലിയാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ഈ കാണുന്ന അടിമാലി ടൗണിന്റെ സെൻട്രലായിട്ട് ഒരു സിഗ്നൽ അല്ല, ജസ്റ്റ് ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷന്റെ അവിടെ നിന്ന് തൊട്ടടുത്താണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കയറി തിരിഞ്ഞു പോകേണ്ട ആ റൂട്ട്.
ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ മൂന്നാറൊക്കെ പോകുന്ന ആ റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ കാണാം അടിമാലി അപ്സര റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് കാണാം. ആ റോഡാണ് നമുക്ക് പോകേണ്ടത്. അപ്സര തലമാലി കൊരങ്ങാട്ടി റോഡ്, ആ റോഡാണ് പോകേണ്ടത്. പോയി കഴിഞ്ഞാൽ മൂന്നാർ, ഇവിടുന്ന് മുകളിലോട്ട് റൂട്ടുണ്ട്. നല്ല കയറ്റമാണ്. അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുള്ള റൂട്ട് കൂടെയാണ്. നല്ലൊരു കയറ്റമാണ്. ആ കയറ്റത്തിന്റെ പകുതിയെങ്കിലും നമുക്ക് പോയാലാണ് വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടേക്ക് എത്തുള്ളൂ. ഈ കാണുന്ന ആ ജംഗ്ഷനിലോട്ട് കയറുമ്പോൾ അവിടെയുള്ള ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഈ വഴിക്ക് പോവില്ല കേട്ടോ, നല്ല കയറ്റമാണ്, അപകടം ഉള്ള റൂട്ടാണ്, കാർ ഇങ്ങോട്ട് കയറിപ്പോകാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മലയുടെ ടോപ്പിലേക്കുള്ള റോഡാണ്. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക, കുത്തനെയുള്ള കയറ്റമാണ്, 4 വീൽ വാഹനങ്ങൾ കയറി പോകുമെന്ന് എഴുതിയിട്ടുണ്ട്. വലിയ കയറ്റം ഫുള്ള് കയറി പോകണ്ട, ജസ്റ്റ് ഈ ഒരു തുടക്കം തന്നെ കയറി പോയാൽ മതി. പക്ഷെ മുകളിൽ നിന്ന് വണ്ടിയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അപകട സാധ്യതയുള്ള റോഡായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോൺക്രീറ്റ് റോഡാണ്, നല്ല കുത്തനെ കയറ്റം കേട്ടോ. അതുകൊണ്ട് ഒരു വണ്ടി വന്നു കഴിഞ്ഞാലുള്ള പാടാണ്. ഇപ്പം ഇവിടെ സൈഡ് കൊടുക്കാൻ സ്ഥലം ഉള്ളതും കൊണ്ട് കുഴപ്പമില്ല. ഇവിടുന്ന് ഭയങ്കര കുത്തനുള്ള കയറ്റം കേട്ടോ. വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് കാണാം. ഈ ഒരു കയറ്റം കയറി കാറുകളൊക്കെ പോയി ഇടയ്ക്ക് വെച്ച് വലിമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയറി പോകത്തില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് കയറിയപ്പോൾ ആൾക്കാർ പറഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് നമുക്കൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ജസ്റ്റ് അവിടെ വരെ പോകാം. ഈ കാണുന്ന താഴെ റോട്ടിൽ നിന്നാണ് കയറി വന്നത്. അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേനും സൈഡിലോട്ട് ഇതുപോലൊരു വഴി കാണാം. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്താം. അപ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് ചേർന്ന് വന്നു. ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഒരുപാട് വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ആ ടൗണിൽ നിന്ന് കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ ആണ്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ച ഇതാട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം. അടിമാലി ടൗണിലുള്ള വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ നോക്കിയ മുറ്റത്ത് തന്നെ ഓരോ വീടുകളുണ്ട് കേട്ടോ. ഈ വീട്ടിലെ ആൾക്കാരൊക്കെ എന്നും രാവിലെ ഈ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തെ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്കുള്ള ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത. ഇതധികം ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. കാരണം അതിന്റെ പ്രധാന കാരണം ഇവിടെ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതാണ്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ വന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, നല്ല കാറ്റുണ്ട്. നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ നോക്കി ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വലിപ്പം നോക്കി, ഏതാണ്ട് 1 കിലോമീറ്ററോളം എന്താണ് നീളമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. നിങ്ങൾ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെ വീടില്ലേ, ആ വീടുകളിലെല്ലാം ആൾക്കാർ താമസമുള്ളതാണ്. വലിയ വെള്ളം വരുമ്പോഴും അതുപോലെ തന്നെ എല്ലാം വരുമ്പോൾ ഈ കാണുന്ന വീടിന്റെ മുറ്റത്തേക്കടെയാണ് വെള്ളം പോകുന്നത്. പക്ഷെ അവർക്കൊന്നും അങ്ങനെ പേടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ആ കാണുന്ന വീട്ടിലെ ഒരു വല്യമ്മയോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ആ വല്യമ്മ മഴ പെയ്യുന്ന സമയത്ത് ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി തന്നെയാണ് ആ വീട്ടിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രളയ സമയത്തൊക്കെ വെള്ളം ഇതിലൂടെ കയറി ഒഴുകിയിട്ട് പോലും ആ വീടിന്റെ മുറ്റത്തേക്കൊന്നും വെള്ളം എത്തിയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര അത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ചകളാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നിട്ടുള്ള ഒരു വീട്ടിൽ കയറി നിൽക്കുവാണ്. എന്താ പറയാ, നല്ല മഴയായി, അടിപൊളി കാഴ്ച കേട്ടോ. അപ്പൊ ഈ വീടിന്റെ ഒക്കെ മുറ്റത്ത് നിന്ന് ആ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള അടിമാലി ടൗണിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയാണ്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെയും കൂടി ഒന്ന് മഴ കുറയാൻ വേണ്ടി നോക്കിക്കോണ്. കാരണം ഭയങ്കര മഴയായി പോയി അല്ലേ? ഇഷ്ടമായോ? അടിപൊളിയാണ്. ഇതൊക്കെ ഇതിവിടെ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഏതായാലും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നു നിന്നിട്ട് ഏതായാലും ഭയങ്കര ഒരു മഴയായിപ്പോയി. നമ്മളെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് അവിടെ ചെന്ന് നിന്നപ്പോഴത്തേനും ഭയങ്കര മഴയായി. നമുക്ക് കൂടുതലൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താണേലും എന്താ പറയാ, ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഞങ്ങളത് അടിമാലിയിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ച ഹോട്ടൽ പാൽക്കോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ കയറാറുള്ളതാണ് മൂന്നാർ റൂട്ടിലേക്ക് പോകുമ്പോൾ. ഇത് രാജാക്കാട് രാജകുമാരിയൊക്കെ പോകുന്ന റൂട്ട് പാൽക്കോ ഹോട്ടല്. അപ്പോൾ നമ്മള് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്നത്. നോർമൽ മൂന്നാർ പോകുന്ന ഹൈവേക്കടെ അല്ല പോകുന്നത്. അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മച്ചിപ്ലാവ് സെന്റ് അസീസി ചർച്ചിന്റെ അവിടെ നിന്ന് നിങ്ങൾ മൂന്നാറിലേക്ക് വരുന്നവരാണ് ഈ ഇടത്തോട്ടും. ഇപ്പൊ ഞങ്ങൾ അടിമാലി ടൗണിൽ പോയിട്ട് അടിമാലിൽ നിന്ന് റിട്ടേൺ വന്നിട്ടാണ് ഈ റൂട്ട് പോകുന്നത്. അപ്പോൾ വലത്തോട്ടേക്കും പോവാം. അപ്പൊ മുമ്പിൽ കാണുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് മുകളിലോട്ടുള്ള റൂട്ടിലോട്ടാണ് പോകേണ്ടത്. ഇത് കൊരങ്ങാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റൂട്ടാണ്. കൊരങ്ങാട്ടി, മാങ്കുളം കൊരങ്ങാട്ടി റൂട്ടാണ്. അപ്പൊ എന്താണേലും ആ കയറ്റം കയറി ഞങ്ങളിത് ഈ മലയുടെ മുകളിലോട്ട് പോവുകയാണ്. ഇനി ഇതിന്റെ മുകളിൽ ചെല്ലുമ്പോൾ മഴയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താനുള്ള സെറ്റപ്പ് കുറവായിരിക്കും. മഴയില്ലെങ്കിൽ കുറച്ചധികം സ്ഥലങ്ങളിൽ നിർത്തി സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള റൂട്ടാണ്. നമ്മുടെ KSRTCയുടെ ജംഗിൾ സഫാരി എല്ലാം പോകുന്നത് ഈ ഒരു റൂട്ടാട്ടോ. KSRTC മറ്റേ മൂന്നാറിലേക്ക് നടത്തുന്ന ഉല്ലാസയാത്രയുടെ ജംഗിൾ സഫാരി പോകുന്നത് ഈ കാണുന്ന റൂട്ടിലാണ്. നല്ല കയറ്റം കേട്ടോ. ഒരു മല നമ്മൾ അടിമാലിലൊക്കെ കാണുമ്പോൾ ഉള്ള കൊരങ്ങാട്ടി മല മുകളിലോട്ട് വട്ടം കയറുന്ന ഒരു കാഴ്ചയാണ്.
വളഞ്ഞ വഴി നോക്കി പോയതാണ്. മാങ്കുളം റൂട്ടിൽ പോയിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ആ റൂട്ട് പിടിച്ചതാണ്. ഒരു വലിയ അടിമാലിയിൽ നിന്ന് ഒരു വലിയ മല കയറിയിട്ട് വേണം ഈ റൂട്ടിലോട്ട് പോകാൻ. ഇങ്ങോട്ടേക്ക് കയറിയപ്പോഴത്തേനും അതിശക്തമായിട്ടുള്ള മഴ എന്ന് പറഞ്ഞ ഒരു 10 മിനിറ്റ് വലിയ മഴ പെയ്യും, പിന്നെ പെട്ടെന്ന് തോരും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ഇന്നലെ വരെ ഒരു മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത്ര മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ മഴ നോക്കി നിന്നാ അവിടെ നിപ്പ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പയ്യ പോയാലോ ചിഞ്ചു? പോകുന്ന വഴിയെല്ലാം തടസ്സങ്ങളാണ് ഗൈസ്. ഇതൊക്കെ എവിടെ നിന്ന് എപ്പോ നേരത്തെ എങ്ങാണ്ട് വെട്ടിച്ചാടിച്ച് നിർത്തിയതായിരുന്നു. നിർത്തിയതാന്നോളൂ. വല്ല കാറ്റാണ്. എന്താണെങ്കിലും പക്ഷേ ഉണങ്ങി കിടക്കുക കുറച്ച് ദിവസമായി തോന്നും. ഇതിന്റെ മൂളികളൊക്കെ വണ്ടി ചാടിച്ചോണ്ടാണ് പോകുന്നത് കൈ. അപ്പോ നേരെ വന്ന് നമ്മൾ കയറുന്ന റോഡാണ് കല്ലാർ മാങ്കുളം റോഡ്. ഇവിടുന്ന് നമ്മൾ മാങ്കുളം റൂട്ടിലോട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു പോകുന്നത്. നല്ല രീതിയിൽ മഞ്ഞാണ്. ഇവിടെ വന്നപ്പോഴത്തേനും നോക്കി നല്ല കാറ്റുമുണ്ട്, അതുപോലെ തന്നെ നല്ല മഞ്ഞുമായിട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടായോ? ഇതാണ് തേയിലത്തോട്ടം. ആദ്യമായിട്ടാണ് തേയിലത്തോട്ടം കാണുന്നത്. മൂന്നാറിലെ തേയിലത്തോട്ടം ആദ്യമായിട്ട് കാണുകയാണ് ഗൈസ്. ഗിരിപാറ എന്ന സ്ഥലത്ത് ഒരു ചായ കുടിച്ചിരിക്കും കേട്ടോ. നല്ല മഞ്ഞാണ് ഇവിടെ എല്ലാം. ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് മുകളിലോട്ടുള്ള ഈ റൂട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ നല്ല മഞ്ഞാണ്. ഇവിടെ കാണാം. നേരെ പോയി കഴിഞ്ഞാൽ ലക്ഷ്മി എസ്റ്റേറ്റ്, കല്ലാറ്. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നമ്മൾ മൂന്നാർ KSRTC സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴിയെ മൂന്നാറിലേക്ക് ചെന്ന് കയറാം. വിരിപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് തിരിഞ്ഞു പോകണേ. നമ്മൾ താഴെ നിന്നാണ് വന്നത്. ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ട് പോവാണ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മഞ്ഞൊക്കെ മാറി വെക്കുവാണെങ്കിൽ നല്ല തേയിലത്തോട്ടത്തിന്റെ ലോങ്ങിലേക്കുള്ള വ്യൂ കാണാം. അങ്ങനെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കയറുവാണ്. അത് ഇവിടെ കയറുമ്പോൾ തന്നെ ബോർഡ് കാണാം. അതുപോലെ തന്നെ തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ്. മാങ്കുളം ഭാഗത്ത് നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ. അപ്പൊ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡിലേക്ക് നമ്മൾ കയറി. ഗൈസ് ചെളിയുള്ള സ്ഥലം വന്നു. അപ്പൊ ചിഞ്ചു പുറത്തിറങ്ങി വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് എത്ര വെള്ളച്ചാട്ടം നോക്കി. മോളിന്ന് മലയുടെ മോളിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടം. താഴെ കുറെ വീടുകൾ കാണാം. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തേയിലത്തോട്ടം. ഭയങ്കര രസമാണ്. ഒരു തിരക്കില്ല, ഒന്നുമില്ല. നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്ന അടിപൊളി റൂട്ട്. ചിഞ്ചു എങ്ങനെയുണ്ട് സ്ഥലം? മൂന്നാറിലേക്ക് വരുന്നതിന്റെ ഒരു ജാക്കറ്റ് പോലും എടുക്കാതെ വന്നവരാട്ടോ ഞങ്ങൾ രണ്ടുപേരും. മറന്നുപോയി, അത് മാത്രം മറന്നുപോയി. അപ്പൊ എന്താണേലും ഇവിടെ നിൽക്കുമ്പോ അതേ ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളാണ്. ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കയറിയുള്ളൂ. ജസ്റ്റ് അവിടെ കയറാൻ വേണ്ടി വണ്ടി ഒന്ന് ബുദ്ധിമുട്ടി. ആ കാണുന്ന കുറെ റിസോർട്ടുകളൊക്കെ കേട്ടോ. അപ്പൊ അതെല്ലാം കാണാം. ജസ്റ്റ് കയറുമ്പോൾ തന്നെയുള്ള വ്യൂ ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മലയിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. ഇതുപോലെ നിരവധി വ്യൂ പോയിന്റ് ആണ് ഈ ഒരു റൂട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്നവർക്ക് വളരെ അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കാണാം. മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ട്. നോർമലി ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴേ കൂടുതൽ ആൾക്കാരും വേനൽക്കാലത്തൊക്കെയാണ്. മഴ പെയ്യുമ്പോഴൊക്കെ ഈ ഒരു വഴി യാത്ര ആളുകൾ കുറവാണ്. പ്രധാന ഒരു കാരണം വഴി കുറച്ച് മോശമുള്ള സാധ്യതയുണ്ട്. ടാറൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നിരവധി കാഴ്ചകൾ, പ്രത്യേകിച്ച് തേയിലത്തോട്ടത്തിൽ മഞ്ഞിറങ്ങുന്നതൊക്കെ അടിപൊളി കാഴ്ചകൾ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണേലും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ പച്ചപ്പും മഞ്ഞും കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മനോഹരമായ നിമിഷം തന്നെയാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. കാലിൽ പുഴു കയറിയെന്നൊരു സംശയം. പുഴു മീൻസ് നോക്കൂ ഗൈസ്. എന്റെ കാലം കയറുന്ന ചത്തോന്നു. അപ്പൊ ഈ റൂട്ടിൽ വരുമ്പോൾ ഈ പുഴുവും ഉണ്ട് ഗൈസ്. ചെറുതായിട്ടൊന്ന് കടിച്ചപ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ വന്നു. അങ്ങനെ മനസ്സിലായതാണ്. അപ്പൊ ഏതായാലും നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലെ വഴികളിലൂടെ മുൻപോട്ട് പോകണം. മൺസൂൺ യാത്ര. വീണ്ടും നമ്മൾ മുൻപോട്ട് വന്നപ്പോൾ മനോഹരമായിട്ടുള്ള മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇവിടെയാണ് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ മറ്റൊരു ഏറ്റവും കിടലൻ വ്യൂ കിട്ടുന്നത്. തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടുത്തെ ഒരു പ്രത്യേകത മഞ്ഞിങ്ങനെ മലകളിലൂടെ മുകളിലോട്ട് പോകുന്നുണ്ടോ. ടൈം ലാപ്സ് വെക്കാതെ തന്നെ മഞ്ഞിങ്ങനെ നീങ്ങുന്ന കാഴ്ചയാണ്. കാരണം നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മൾ ഏകദേശം ഒരു ആദ്യം നിന്ന ആ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ എൻട്രൻസിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ മുൻപോട്ട് വരുമ്പോഴാണ് ഈ കാണുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇത് താഴേക്ക് നോക്കുമ്പോഴും താഴെ മാങ്കുളം ആ ഒരു റൂട്ടിലുള്ള റിസോർട്ട് കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ കാഴ്ചകൾ കണ്ടിട്ട് വീണ്ടും മുൻപോട്ട് പോവാണ്. ഇവിടെ നിന്നപ്പോൾ ഒരു ഇന്നോവയൊക്കെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു ചിഞ്ചു ഈ വ്യൂ പോയിന്റ്? ഇഷ്ടമായ ചിഞ്ചു? അപ്പോൾ ഈ വഴിയെ തന്നെയാണ് തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളൊക്കെ തന്നെയാണ്. മുകളിലോട്ടാണ് ഇനി പോകേണ്ടത്. ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം
എവിടെ നോക്കിയാലും നല്ല മനോഹരമായ തേയിലത്തോട്ടത്തിന്റെയും മഞ്ഞിന്റെയും കാഴ്ചകളാണ്. അപ്പൊ എന്താണേലും ഇങ്ങനെ പോയി മുൻപോട്ട് വരുമ്പോൾ അടുത്ത ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കൈനഗിരി വാട്ടർഫോൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൈനഗിരി എന്ന് പറയുമ്പോൾ ആലപ്പുഴയുള്ള കൈനഗിരി അല്ല, ഇവിടെ ഒരു കൈനഗിരി ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വെള്ളച്ചാട്ടമാണ്. അങ്ങോട്ട് ഇറങ്ങാൻ 50 രൂപയാണ് ചാർജ്. തൽക്കാലം അങ്ങോട്ട് ഇറങ്ങുന്നില്ല, മഴയൊക്കെ ആകുമ്പോൾ ഇവര് പിന്നെ ഇറക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പൊ എന്താണേലും ഇതാണ് താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം. ഇവിടെയാണ് അതിന്റെ ടിക്കറ്റിംഗ് കൗണ്ടറൊക്കെ വരുന്നത്. ഇതുണ്ടോ, ഇവിടെ വെള്ളം കൂടുതലാണ്. അപ്പൊ എന്താണേലും ഇവിടെ ഇറക്കില്ല. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ലക്ഷ്മി വ്യൂ പോയിന്റ്. ഈ ഒരു റൂട്ടിലെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ താഴെ വണ്ടി വരുന്ന കാഴ്ചകളൊക്കെ കാണാം. നല്ല കാറ്റാട്ടോ. നല്ല കാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഞ്ചുവിന്റെ മുടി പറക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കാറ്റുള്ള ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ മുൻപ് പല സമയങ്ങളിൽ ഇതിലൂടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ മഴ പെയ്തിട്ടുള്ള ഒരു കാലാവസ്ഥ കഴിഞ്ഞിട്ട് വരുന്നത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞിൻ്റെ കാഴ്ചകളും തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു പ്രത്യേകതരം വ്യൂ പോയിന്റുകളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. മുൻപ് പലതവണ ഇതിലൂടെ പോകുന്ന സമയത്ത് താഴെ ഒരു അരുവിയുടെ സൗണ്ട് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയെല്ലാം കാടൊക്കെ ആയതിനാൽ നമുക്ക് ആ കാണുന്ന അരുവി കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നല്ല രീതിയിൽ അരുവി കാണാം, താഴേക്കുള്ള വ്യൂ പോയിന്റ്, ആ റോഡ് കാണാം. അപ്പം എല്ലാം കൂടി വരുമ്പോൾ ഇങ്ങനെ താഴേക്ക് നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ലക്ഷ്മി എസ്റ്റേറ്റ് വ്യൂ പോയിന്റ്. അടിപൊളിയാണ്. മഞ്ഞും ഇതെവിടെ നോക്കിയാൽ കാണാം. അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പാണ്. തണുപ്പുണ്ട്. ഇപ്പൊ തന്നെ തണുപ്പായി. ഇനി മൂന്നാർ ചെല്ലുമ്പോൾ എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മളിവിടെ നിന്ന സമയത്ത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെ കൊണ്ട് വണ്ടി വരുന്നുണ്ട്. ചേച്ചിമാര് ജോലി കഴിഞ്ഞിട്ട് അവരുടെ ലയങ്ങളിലേക്ക് പോകുന്ന കാഴ്ച. പലതവണ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോയിട്ടുണ്ടെങ്കിലും ഇത്രയും എന്താ പറയാ കാറ്റും മഞ്ഞും വരുന്ന ഒരു സമയത്ത് ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ്. മൺസൂൺ യാത്രകളിൽ എന്താ പറയാ എനിക്ക് പ്രിയപ്പെട്ട ഒരു യാത്രകളിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട റൂട്ടുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ട്. ഈ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് എല്ലാവരും വരുമ്പോൾ നിർത്തി കാണുന്ന അല്ലെങ്കിൽ ഫോട്ടോകളിലൊക്കെ കാണുന്ന ഒരു വ്യൂ പോയിന്റ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വിശാലമായ മലനിരകളിൽ ഇങ്ങനെ തേയിലത്തോട്ടം നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. ഹിമാലയ ഇത് 2 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞു. വളരെ സ്ലോവിലാണ് പോകുന്നത്. കാരണം നമുക്ക് വീഡിയോ എടുക്കാനും കൂടെ ഉള്ളത് കൊണ്ട് വളരെ സ്ലോവിലാണ് പോകുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുൻപോട്ട് വന്നപ്പോൾ ഫുള്ള് മഞ്ഞായിട്ടാവും. ഇനി എനിക്ക് തോന്നുന്നില്ല കൂടുതൽ കാഴ്ചകൾ കിട്ടുന്നുള്ള കാര്യം. കാരണം മൊത്തം മഞ്ഞായിട്ട് പകുതിയും കാണുന്നില്ല. അതുപോലെ നല്ല കാറ്റും ഉണ്ട്. ഇപ്പം ഇനി എന്താണെങ്കിലും നേരെ വിട്ടു പോകാം. കണ്ടോ ആ സൈഡിലേക്കൊക്കെ ഫുള്ള് മഞ്ഞിറങ്ങി റോഡിലേക്ക് മഞ്ഞിറങ്ങുന്ന ഇതുണ്ടാവും. അവിടെ നിന്നൊക്കെ മുകളിൽ നിന്നൊക്കെ മഞ്ഞിറങ്ങി ഇങ്ങനെ വരുന്ന കാഴ്ചകളാണ് മൊത്തം. ഇനി ഒരു സ്ഥലത്ത് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. അതുപോലെ മഞ്ഞിന്റെ കാഴ്ചകളാണ്. നോക്കി മുകളിലോട്ട് ഇങ്ങനെ മഞ്ഞിങ്ങനെ നീങ്ങി പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നും ഈ തേയില കൊണ്ടുവരുന്ന വണ്ടി ആട്ടാ വരുന്നത്. ട്രാക്ടർ പോലത്തെ പഴയ മോഡൽ ട്രാക്ടറാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ആളുകൾ കൊണ്ടുവന്ന് തേയില ഇറക്കിയിട്ട് തൊഴിലാളികൾ ഈ നമ്മുടെ അവരുടെ ലയങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച. ഇപ്പൊ ചിഞ്ചു ഫുള്ള് മഞ്ഞാണല്ലോ. മഞ്ഞിന്റെ ഇടയിലായി പോയല്ലോ നീ. എന്റെ മോനെ നമ്മൾ നിന്ന സ്ഥലമൊന്നും കാണാനില്ല. അത്രയ്ക്കൊരു മഞ്ഞൊന്നും കൂടിയത് അവിടെ. ആ സ്ഥലമൊന്നും അവിടെ മരങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. എന്നെ പെട്ടെന്ന് മഞ്ഞ് വന്ന് കൂടിയത്. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരെ പോകുമ്പോൾ ഏറ്റവും ഒരു പുൽമേടിന്റെ ഒരു കാഴ്ച കിട്ടുന്ന സ്ഥലമായിട്ടത്. ഈ സ്ഥലത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു അരുവി പോകുന്നുണ്ട്. കുറേ സിനിമയുടെയൊക്കെ ഷൂട്ടിങ് നടത്തിയ സ്ഥലമാണ്. നമ്മൾ ഈ രസതന്ത്രം പോലുള്ള സിനിമയുടെയൊക്കെ പാട്ടുകളുടെയൊക്കെ സീൻ ഈ ഒരു സ്ഥലത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്കൂളുകളിൽ ഒന്നാട്ടോ ഈ കാണുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റ് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലക്ഷ്മി എസ്റ്റേറ്റിനുള്ളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്കൂളാണ്. ഗവൺമെൻറ് UP സ്കൂൾ ലക്ഷ്മി. ബോർഡിൽ ലക്ഷ്മി എന്നാണ് എഴുതിയേക്കുന്നത്. കാരണം ഈ സായിപ്പന്മാരുണ്ടായിരുന്ന കാലത്ത് അവർക്ക് ലക്ഷ്മി എന്നുള്ള വേർഡ് വായിൽ വരില്ലാത്തതുകൊണ്ട് അവർ ലക്ഷ്മി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. കാരണം എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ തേയിലത്തോട്ടമുള്ള സ്കൂള്. അതാണ് ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത. കൂടാതെ അവിടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2 പുൽമേടിൻ്റെ നടുവിലൂടെ ഈ റോഡ് സ്കൂളിലേക്കുള്ള റോഡാണ്. അതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കേട്ടത്. അപ്പൊ ഇത് മൂന്നാർ ടൗണിലേക്ക് എൻ്റർ ആവുന്നതാണ്. മൂലക്കട ജംഗ്ഷൻ എന്ന് പറയുന്ന ആ ജംഗ്ഷനിലോട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര വന്ന് കയറുന്നത്. അപ്പോൾ മൂന്നാറിൽ വന്നു. ഇനിയിപ്പോൾ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിച്ചെടുക്കണം. അതിനുശേഷമുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മൂന്നാർ മൂലക്കട ജംഗ്ഷൻ, അതായത് KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള സ്ഥലത്തോട്ടാണ് വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ക്ലൗഡ്സ് വാലി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അത്യാവശ്യം കുഴപ്പമില്ല. 3500 രൂപയ്ക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. വാലി വ്യൂ ഉള്ള റൂം എന്നാണ് പറഞ്ഞത്. വാലി വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന
വ്യൂ ആണ്. ഈ ഒരു വ്യൂ ഉള്ള റൂം ആണ് എടുത്തേക്കുന്നത്. ആ നേരെ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഹോട്ടലാണ് എടുത്തേക്കുന്നത് കേട്ടോ. കാരണം ഫുഡ് കഴിക്കാനും പോകാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. മഞ്ഞിങ്ങനെ ദൂരേന്ന് വരുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മൂന്നാർ റോജേഴ്സ് എന്നൊരു ഹോട്ടലായിട്ട് വന്നത്. റെസ്റ്റോറൻ്റ് ആണ്, ഒരു അറബിക് ഇതൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് മാർക്കറ്റ് എവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാം പാളിപ്പോയി, നല്ല മഴയാണ് മൂന്നാർ. സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു ഗൈസ്. എനിക്ക് മാത്രം, ഓൾക്ക് വേണ്ടേ? അതിനാ വേണ്ടത്. എങ്ങനെയുണ്ട്? വലിയ മെച്ചമൊന്നുമില്ല, കാശ് കൊടുത്ത് മേടിച്ചാണല്ലോ നോക്ക് കഴിക്കണം. ഇപ്പം ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ടോ? ഇതാണ് ഫുഡ്. ചപ്പാത്തി, തന്തൂരി, പിന്നെ ഞാനൊരു സൂപ്പും കഴിച്ചു. അപ്പോൾ നമ്മൾ ആ കാണുന്ന റോജേഴ്സ് വന്നിട്ടുള്ള ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇത് കറക്റ്റായിട്ട് വരുന്നത് നമ്മുടെ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിന് ഓപ്പോസിറ്റുള്ള റോഡിലൂടെ മുകളിലോട്ട് വരുമ്പോഴാണ് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം. ഇപ്പം മൂന്നാർ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുള്ളതിൽ ബെറ്റർ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണേലും ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വൈകിട്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വ്യത്യസ്തമായ സ്ഥലങ്ങൾ എങ്ങനെ മൂന്നാറിൽ കവർ ചെയ്യാന്നുള്ള പുതിയ വീഡിയോസ് ആയിട്ട് വരാനുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.